ഹലോ ഹലോ ഗായ്സ്. ഗായ്സ്. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ആദ്യം തന്നെ നമുക്ക് ഇവിടെ താങ്ക്സ് പറഞ്ഞിട്ട് തുടങ്ങാം. ഒരുപാട് പേര് നമ്മുടെ പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോസ് വളരെ കുറവാണ്, വീഡിയോസ് ഇട്ടാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ. സംഭവം ശരിയാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വളരെ കുറവാണ്. പക്ഷേ ഷോർട്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണമെന്ന് നമ്മൾ തുടങ്ങുന്നതെന്ന് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആണ്, പക്ഷേ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കപ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒരു വീഡിയോയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ലൈവായിട്ട് ചാറ്റ് ജി പി ടിയോട് ഒരു കപ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ചാറ്റ് ജി പി ടി നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ടിൻഡുവാണ് വായിക്കുന്നത്. അപ്പൊ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ ടിൻഡുവിനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ളതും ഞങ്ങൾ പരസ്പരം ആൻസർ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടിൻഡു തന്നെ വായിക്കട്ടെ. ടിൻഡു വായിച്ചു. Where are you guys from? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതോടെ ഒറ്റയ്ക്ക് വായിക്കണം കേട്ടോ. ഓക്കെ. വേർ ആർ യു ഗൈസ് ഫ്രം, അതായത് ഞങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, ഞങ്ങൾക്ക് പരിചിതരായ ഒരുപാട് മുഖങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഞങ്ങൾ എവിടുന്നാന്ന് ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ ഞങ്ങളെ തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ, അതായത് എന്റെ വീട് ആലപ്പുഴയിലെ പൂങ്കാവ് എന്ന സ്ഥലത്താണ് എന്റെ വീട്. എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ തന്നെ ഓമനപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഞാൻ പൂങ്കാവും ഇവിടെ ഓമനപ്പുഴ രണ്ടുപേരും ആലപ്പുഴ തന്നെയാണ്. വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ആണോ അല്ലേ, ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പൂങ്കാവിലാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ആൻഡ് വേർ ഡിഡ് യു ഫസ്റ്റ് മീറ്റ്? നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എവിടെ നിന്നാണെന്നാണ്. എവിടെന്നാണ് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ഒരു ലവ് സ്റ്റോറി, ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളൊരു ലവ് സ്റ്റോറി ആയിട്ട് ഒരു 3 പാർട്ടുള്ള ഒരു ഷോർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് കണ്ടതെന്നുള്ളതും. ആക്ച്വലി ഞങ്ങൾ അറേഞ്ച് മാരേജിലാണ്, ഞങ്ങൾ മാട്രിമോണി വരെയാണ് കണ്ടത്. പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്തത് ഒരു കല്യാണത്തിലേക്ക് അറേഞ്ച് മാരേജ് വരെ മീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുകാണൽ വരെ മീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതെന്തായാലും ഇവിടെ പറയണ്ട, പെണ്ണുകാണൽ വരെയുള്ള മീറ്റ് നമുക്ക് പറയണ്ട, അത് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്? മാരാരിക്കുളം പള്ളിയിൽ വെച്ചിട്ട്, ബ്രദറിന്റെ ഹോളി കമ്മ്യൂണിയൻ വെച്ചാണ് നമ്മള്. സത്യമാണ്, കാരണം പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് അല്ലാതെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറയല്ലേ, മാരാരിക്കുളം പള്ളി, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പള്ളിയിൽ വെച്ച് ഇവരുടെ ഒരു കസിന്റെ നിഖിലിന്റെ ആദൂർവനായിരുന്നു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അന്ന് ആ ഫംഗ്ഷന് എന്നെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് ഞാൻ ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫാമിലി എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് പെണ്ണ് കാണാൻ ചെന്നെങ്കിൽ അതൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നല്ലോ. അല്ലാതെ എല്ലാവരും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു കേട്ടോ, കസിൻസ് ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഒന്ന് മിണ്ടിയതും ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തതും മാരാരിക്കുളം പള്ളി വെച്ചിട്ടാണ്. ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നതും ഫസ്റ്റ് സെൽഫി, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സ്ഥാനമുള്ള ഒരു സെൽഫി. അത് ഇന്നും ഞാൻ എന്റെ മുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ ഈച്ച് അതർ? ഞാൻ ഫസ്റ്റ് വിചാരിച്ചു, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി ഞാനന്ന് തപ്പി നോക്കി. അത് നോക്കിയപ്പോ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, ഇവനേത് ഈ പഠിപ്പി, ഇതാണ് വേറൊരു കാര്യമുണ്ട്. ഇൻസ്റ്റാഗ്രാമില് എന്റെ പേര് രഞ്ജി ബുക്ക് ഹോളിക് എന്നായിരുന്നു. അതായത് ഞാൻ ഈ കുറച്ച് ബുക്കൊക്കെ വായിക്കുന്ന ടൈപ്പായിരുന്നു. അപ്പൊ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുമ്പോൾ പോലും ബുക്ക് വായിക്കുന്ന ടൈപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബുക്ക് ഹോളിക് എന്നൊക്കെ കേട്ടപ്പോ ഇവള് വിചാരിച്ചു ഞാൻ ഭയങ്കര കേട്ടത് മാത്രമല്ല, ഞാൻ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ കൊറേ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇത് കൊറേ ബുക്കിന്റെ റിവ്യൂസ്. അല്ല, ബുക്ക് ഹോളിക് എന്ന് പറയുമ്പോ അതാണല്ലോ, ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ബുക്സ്റ്റാഗ്രാം ആക്കി മാറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്നെ കാണുന്നത്. അപ്പം എന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഞാൻ സ്വാഭാവികമായിട്ട് പഠിപ്പി എന്ന് സത്യമാണ്. പക്ഷെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത്ര വലിയ ബുദ്ധിയൊന്നുമല്ല, ഏകദേശം ഇവളുടെ ഒരു തറ ലെവല് ഒരു വൈബ് തന്നെയാണെന്ന് മനസ്സിലായത്. എന്റെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. കാരണം ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവളുടെ ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. സത്യം പറയല്ലേ, എന്തോ ഒരു കോട്ട് എഴുതി വെച്ചൊരു പോസ്റ്റ് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഡീപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്ന ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇത് എന്താണ് സംഭവം. ഞാൻ മാട്രിമോണിയിൽ ഞങ്ങളുടെ ലവ് സ്റ്റോറി അറിയാൻ താല്പര്യമുള്ളവര് ഷോർട്സിൽ കിടക്കുന്ന ലവ് സ്റ്റോറി 3 പാട്ടൊന്ന് കണ്ടു നോക്കാൻ, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ അത്യാവശ്യം നല്ല ഇംപ്രഷൻ ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് പറ്റുന്ന ഒരു ഇതായിട്ട് തോന്നിയത്. ഇങ്ങനെ ഭയങ്കര ഒരു അലമ്പി സെറ്റപ്പിലായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇവളുടെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഭയങ്കര അലമ്പിയായിരുന്നു, ക്ലാസ്സിലൊന്നും കയറത്തില്ലായിരുന്നു, ക്ലാസ് ഒക്കെ പങ്ക് ചെയ്ത് പോകുന്ന ടൈപ്പായിരുന്നു ഇവള്. അതൊന്നും ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല, അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ടുപോവാം.
ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഇസ് ദ ബെറ്റർ കുക്ക് ആൻഡ് വാട്ട് ഈസ് ദ അതർ പേഴ്സൺ സിഗ്നേച്ചർ ഫെയിൽ ഡിഷ് ആൻഡ് സക്സസ് അത് ഡിഷ് ഞാൻ പറയാം ആൻഡ് ദ ഓൺലി കുക്ക്. ബെറ്റർ കുക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല, കാരണം ഇവള് മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, അറിയത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല കാരണം ഞാൻ എന്തെങ്കിലും മുട്ട കട്ട് ചെയ്ത് വറുക്കും, തരും. നല്ല മുട്ട വറുക്കും, അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഗ്ലോവിക്ക് വെച്ചാൽ ഉണ്ടാക്കുന്ന ഐറ്റം അടിപൊളിയാണ്. അത് അങ്ങനെ നല്ലത്. വളരെ ചെറുതായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്കറിയാം അല്ലറച്ചിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തൃശ്ശൂരായിരുന്നപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. എന്നെ ഇവളുണ്ടല്ലോ ചെയ്തത്. അയ്യടാ. പക്ഷെ ഇവളധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ, അമ്മയാണെല്ലാം ചെയ്യുന്നത്, അത് വേറെ കാര്യം. അപ്പൊ ഇവളാണ്, ഞങ്ങളിൽ നോക്കുമെങ്കിൽ ഇവളാണ് ബെറ്റർ കുക്ക്. ഇവള് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായ ഐറ്റം ഒരു പാസ്ത ഉണ്ടാക്കിയ കഥ. അത് പണ്ടല്ലേ പണ്ടത്തോട്ട് കാര്യമില്ല, തുടക്കം തൊട്ടുള്ള കാര്യം നമുക്ക് പറയാമല്ലോ. ഓക്കെ. ഇവളൊരു പാസ്ത ഉണ്ടാക്കിയതുണ്ട്, അതും നമ്മൾ റീലായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാസ്ത ഉണ്ടാക്കിയ കഥ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പാസ്ത ഉണ്ടാക്കിയ കഥയുണ്ട്, ഒരു വല്ലാത്ത കഥയാണ്. കാണുമെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ചുരുക്കി പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഷോർട്ട് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ചുരുക്കി പറയാനാണെന്നുണ്ടെങ്കിൽ ഇവള് വലിയൊരു, ഞാനങ്ങനെ പാസ്ത കഴിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇവള് വന്നിട്ട് ആൽഫ്രഡോ പാസ്ത, ആൽഫ്രഡോ പാസ്ത, അങ്ങനെ കുറെ വെറൈറ്റി പാസ്തനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ഞങ്ങള് പർച്ചേസിംഗ് പോയിട്ട് ഇവള് പറഞ്ഞ് പാസ്തയുടെ ഇത് മക്രോണി മാക്രോണി അത് മേടിക്കും, ഞാൻ പാസ്ത ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മേടിക്കും. ഇവള് ഇത്രയും പറഞ്ഞൊരു ഹൈപ്പ് വെച്ചിരുന്ന സാധനമല്ല, ഇവള് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. ഇവള് മേടിച്ചോണ്ട് വന്നത് കല്യാണം കഴിഞ്ഞ ഏകദേശം 1 വീക്കോ 2 വീക്കോ ആയുള്ളൂ തോന്നുന്നത്. 1 വീക്കേ ആയുള്ളൂ കേട്ടോ. 1 വീക്ക് ആയ സമയത്ത്, അതായത് ഇംപ്രഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്, അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു തരത്തില് ആദ്യമായിട്ട് കുക്ക് ചെയ്തത് പാസ്തയാണെന്ന് തോന്നുന്നത്. പറയാതിരിക്കാൻ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം ഇവള് പാസ്ത ഉണ്ടാക്കിയത് നമ്മൾ ഈ വൈകുന്നേരം ഒക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ നമ്മൾക്ക് അമ്മ ഇങ്ങനെ വറുത്ത് തരത്തില്ലേ, അതായത് ഈ പൊരിച്ച് ഇങ്ങനെ അതിന്റെ പേര് വല്ല ഫിംഗർ ഫ്രൈസ് ആണ്, എന്താ പറയാ, ഫിംഗർ ഫ്രൈസ്. അതായത് ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ പൊരിപ്പൊരിട്ടിരിക്കാം, നമ്മളിങ്ങനെ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ കടിച്ചു ചെയ്യുന്ന സാധനം. ആ സാധനം മേടിച്ചിട്ട് ഇവള്, അതായത് ഈ മെയിൻ കുക്ക് എന്ന് പറഞ്ഞ ഇവള് അത് വെച്ച് പാസ്ത ഉണ്ടാക്കി. എന്നിട്ട് എനിക്ക് എന്റെ അമ്മയ്ക്കും തന്നു. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ, അട്ടർ ഫ്ലോപ്പ്. അത് എങ്ങനെയുണ്ടോ? ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Okay, what is the most embarrassing habit of the other person has? നീ പറ ആദ്യം. രഞ്ജിയുടെ ഒരു എംബറസിംഗ് ഒന്ന് ആലോചിക്കട്ടെ. അത് ഞാൻ പറയാം. രഞ്ജി പറ. എംബ്രേസിംഗ് എന്ന് പറയുമ്പോ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് ഇത് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ ഞാൻ പറയാം. ഇഷ്ടപ്പെട്ട നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി അപ്പൊ മുഖം കെട്ടി ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ചു നേരത്തേക്ക് മിണ്ടലില്ല. എനിക്ക് തോന്നുന്നത് പെൺപിള്ളേരുടെ DNA-യിൽ ഇതുള്ളതാണ് തോന്നുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം ശരി, ചിലപ്പോൾ അവളുടെ ഭാഗത്തായിരിക്കാം ശരി, പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഇരിക്കും. എന്താണ് അതെനിക്ക് ഇഷ്ടമല്ല. എന്നെ അത് ഭയങ്കരമായിട്ട് എംബാരസ് ചെയ്യുന്നുണ്ട്. നീ എന്നെ പറ. രഞ്ജിയുടെ പറയാനാണ്. രഞ്ജിയുടെ എനിക്ക് തോന്നുന്നത് എന്റെ കളിയാക്കലായിരിക്കും. ഞാൻ ഇങ്ങനെ എണീക്കുമ്പോ തൊട്ട് കിടക്കുന്നവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളുണ്ട്, കുറെ പാരഡി പാട്ടുകളുണ്ട്. അതെ, ഞാൻ നിമിഷ കവിയായിട്ട് ഞാൻ ഇവളെ കുറിച്ചും ഇവളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും വെച്ച് ഞാനിങ്ങനെ പാരഡി, നമ്മുടെ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. അതിനകത്ത് അക്ബർ ഇങ്ങനെ നിമിഷ കവിയായിരുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിലായിരിക്കും ചിലപ്പോ പാരഡി ഉണ്ടാക്കി പാടുന്നത്. അതേപോലെ ഞാനിങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും. അതാണ് തോന്നുന്നത് മിക്കവാറും. അത് തന്നെയാണ്, അതേ വരത്തുള്ളൂ. അല്ല വേറൊരു ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഇല്ല. Who is more likely to start an argument? ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാനായിരിക്കും. കാരണം ഞാനാണ് ഇച്ചിരി ദേഷ്യക്കാരൻ. പിന്നെ അങ്ങനെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ആർഗ്യുമെന്റ് ഒന്നും പോവാറില്ല. ദേഷ്യപ്പെട്ടുള്ള ആർഗ്യുമെന്റ് ഒന്നും അല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ മുടന്തൻ ന്യായം പറഞ്ഞ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കും. ഒരു കാര്യം ഇല്ലാത്ത കാര്യത്തിന്. അതെ, ചിലപ്പോ മഴ കാണിച്ചിട്ട് വെയിലാണെന്ന് പറഞ്ഞ ഞാൻ തർക്കിക്കും. എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എല്ലാം ഞാൻ സംഭവിച്ചിട്ടില്ല. അല്ല, അങ്ങനെയൊക്കെ തർക്കിക്കാറില്ല. അല്ല, എല്ലാം ഒന്നും അങ്ങനെ ആർഗ്യുമെന്റ് നടത്താറില്ല. പക്ഷെ ആർഗ്യുമെന്റ് നടത്തുന്നത് ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് ആർഗ്യുമെന്റ് നടത്തുന്നത്. ഓക്കെ, ഐ അഗ്രി. Who is more likely to apologize first? അത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സോറി പറയും. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത്, പ്രത്യേകിച്ച് കപ്പിളായിട്ട് ഇരിക്കുമ്പോ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് ആണുങ്ങളായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻ കേസ് പെണ്ണുങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും ആണുങ്ങളായിരിക്കും ചെന്ന് സോറി പറയുന്നത്. ഇല്ല, സോറി പറയും. സോറി പറഞ്ഞിട്ട് പറയും സോറി. അങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും
ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ ക്യാരിങ് ആണ്. അപ്പൊ സമയത്ത് എന്തെങ്കിലും പാല് കുടിക്കാനോ മുട്ട കഴിക്കാനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിർബന്ധിക്കും. ചിലപ്പോൾ സമയത്ത് കഴിക്കത്തില്ല. ആ സമയത്ത് അതായത് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നത്തില്ല. സ്വാഭാവികമായിട്ട് ആ ഒരു ഇതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ പാല് കുടിക്കത്തില്ല, സ്കിപ്പ് ചെയ്യാൻ നോക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും വഴക്ക് പറയും. വഴക്ക് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. ഉടനെ അവള് കുടിച്ചിട്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെട്ട് നിന്നൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുടിച്ചിട്ട് ഞാൻ പാല് കുടിച്ച് സോറി. ഇതാണ് ഇവളുടെ സോറി പറച്ചില്. ഇതാണ് ഇവളുടെ സോറി പറച്ചിൽ. അപ്പൊ ഞാനാണ് എന്തെങ്കിലും ഫസ്റ്റ് എപ്പോഴും സോറി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലും ഇവളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലും ഞാൻ അങ്ങോട്ട് സോറി പറയും. കാരണം എനിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിപ്പോ ഇവളോടൊന്നല്ല കേട്ടോ, ആരോടാണെങ്കിലും എനിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ, എന്നാലും എന്റെ അത്ര ഇല്ല. അത് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് പ്ലാനർ. കാരണം ഇവർക്ക് ഒരു പ്ലാനിങ് ഇല്ലാത്ത ലൈഫാണ്. അതായത് എപ്പോ എണീക്കണ എപ്പോ ഉറങ്ങണം ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരാളാണ് ഗൈസുകള്. എനിക്ക് തോന്നുന്നത് അത് പാരമ്പര്യമായിട്ട് തോന്നുന്നു. കാരണം കമ്പാരിറ്റീവ്ലി ഇച്ചിരി പ്ലാനിങ് കൂടുതൽ എനിക്കാണ്. അതിപ്പോ ഒരു ദിവസം പ്ലാൻ ചെയ്യാനാണെങ്കിലും അല്ല നമുക്കൊരു റീൽ എടുക്കാനായിട്ടുള്ള പ്ലാനിങ് ആണെങ്കിൽ പോലും ട്രിപ്പ് പോകാനാണെങ്കിലും ഇവിടെ മറ്റേ ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എപ്പോ പോകണം എന്തൊക്കെ എടുക്കണം എല്ലാം ചെയ്യും. ഇവിടെ മറ്റേ ഏതോ ഒരു റീലിനകത്തുണ്ട് ഒരു പാവൻ ഇങ്ങനെ വരുന്നത്, അതേപോലെ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. അത്രേ ഉള്ളൂ. അല്ല പ്ലാനിങ്ങിന് വളരെ പുറകിലാണ്. കുറച്ച് ഇംപ്രൂവ് ഒക്കെ എടുക്കണം. അല്ല എന്നാലും നിന്റെ ഭാഗത്തുനിന്നുള്ള പ്ലാനിങ് കൂടെ വരുമ്പോൾ നമ്മുടെ പ്ലാനിങ് കുറച്ചും കൂടെ ബെറ്റർ ആവും. അതെനിക്കൊരു അനാവശ്യ ചെലവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the one thing the person is surprisingly good at the audience might not know? ഈ സത്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ChatGPT തന്നുകൊണ്ട് മാത്രം ഞങ്ങൾ വായിച്ചതാണ്. കാരണം ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് പോലും ചിലപ്പോൾ ഓഡിയൻസിന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ആകെ കാണുന്നത് ഇങ്ങനെയുള്ള 2-3 വീഡിയോസ് എന്റെ കുറച്ച് കഥ പറച്ചിൽ മാത്രമായിരിക്കും. അതിൽ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവക്ക് എങ്ങനെ എടുത്തു പറയത്തൊക്കെ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടം പോലെ കഴിവുണ്ട് ഗൈസ്. സ്കൂളിലും കോളേജിലൊക്കെ തിരക്കി നോക്കി എന്റെ കഴിവുകളെ പറ്റി. അതിന്റെ കഴിവുകളെ പറ്റി ഞാൻ എനിക്ക് കല്യാണത്തിന് ശേഷം ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ വന്നിട്ട് പാട്ട് പാടും. കാരണം പക്ഷെ ഇവക്കത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല തോന്നുന്നില്ല. പക്ഷെ ഇവളുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. ഇവളുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. അത് ഞാൻ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുവാണ്. കാരണം എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, അതല്ല പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ ഒട്ടും അറിയാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് എന്റെ സൗണ്ട് ഈ ഗായക സൗണ്ടിന് പറ്റിയ സൗണ്ട് അല്ല. ഒരു പാറപ്പുറത്തിട്ട് ഉറക്കുന്ന സൗണ്ട് കൂടെ തോന്നുന്നുണ്ട്. അതെ സത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവള് ഞാൻ പാട്ട് പാടുന്ന ഇങ്ങനെ വെള്ളിലേക്ക് വീഴും, ഇങ്ങനെ ഗംഗേ. പക്ഷെ ഇവള് പാടാൻ പറ്റും. എനിക്ക് പാടുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവക്ക് ഉറങ്ങി കിടക്കുന്ന ഒരു കഴിവ് പാടണം. എന്താണ് കുറെ കഴിവുകൾ? അല്ല കുറെ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെയല്ല, കുറെ കഴിവ് മീൻസ് ഇപ്പൊ ആർക്കും അറിയാത്തൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും വേറെയും രഞ്ജി ഭയങ്കര സ്റ്റുഡിയസ് ആണ്. സ്റ്റുഡിയസ് മീൻസ് പഠിപ്പിയൊന്നുമല്ലേ? പഠിപ്പിന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുമ്പോ പഠിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ വായിന്ന് വരുന്ന ഓരോ വേർഡ്സ് എഴുതിയെടുക്കുന്ന. അതൊക്കെ കൊച്ചിലത്തെ കാലത്ത് സ്കൂളിൽ പഠിച്ച സമയത്താണ് പഠിപ്പി. അത് കഴിഞ്ഞപ്പോ പഠിപ്പി അല്ലാതിരുന്നോണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആയത്. അതിലൊന്നും കാര്യമില്ല. പക്ഷെ അങ്ങനെ പഠിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പഠിപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. എന്നാലും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സത്യം പറഞ്ഞ എന്നെ ഇറിറ്റേറ്റ് ചെയ്യെങ്കിലും രഞ്ജിയുടെ ഒരു കഴിവെന്ന് പറയുന്നത് പെട്ടെന്ന് പാട്ടുണ്ടാക്കും. നിമിഷ കവി എന്നൊക്കെ വേണേ പറയാം. അത് എനിക്ക് തോന്നുന്നു ഇവള് വന്നതിന് ശേഷം തോന്നുന്നു ഞാൻ ഇത്രയും പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് പാരഡി ഉണ്ടാക്കും. അത് മെയിൻ ഇല എന്ന് പറയുന്നത് എന്റെ ആ പാട്ടിനത്തെ മെയിൻ ഇല എന്ന് പറഞ്ഞാൽ ഇവളുടെ ഫാമിലി ആയിരിക്കും. ഇവളുടെ പപ്പ, ഇവളുടെ അമ്മ, ഇവളുടെ അനിയത്തി, ഈ 4 പേരെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും സ്വന്തം പാർട്ട്ണറിന്റെ ഫാമിലിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ഇങ്ങനെ പാരഡി ഉണ്ടാക്കി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തണേ. കാരണം എന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ദിവസത്തേക്ക് പോവാം. എത്ര ദിവസമായി ഇപ്പൊ? 9. ഇനി വാട്ട് ഈസ് വൺ ഗോൾ യു ആർ കറന്റ്ലി വർക്കിംഗ് ടുവേർഡ്സ് ആസ് എ കപ്പിൾ? കപ്പിൾ എന്ന രീതിയിൽ കപ്പിളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഗോള് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടാനും കപ്പിളത്തെ രീതിയിൽ തന്നെ കുറച്ച് റീച്ച് കിട്ടാനും. അത് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നല്ലതായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ഇൻഫ്ലുവൻസേഴ്സ്, അതായത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുക, അതുവരെ ഇൻഫ്ലുവൻസേഴ്സ് ആവുക. സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാടുണ്ടെങ്കിലും അവരെല്ലാം ഒന്നും ഇൻഫ്ലുവൻസേഴ്സ് അല്ല.
കാരണം പലരും സമൂഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പലരും ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അധികം പേര് മോശം പറയാത്ത രീതിയിൽ, ആരും കുറ്റം പറയാത്തതെന്ന് നടക്കത്തില്ല. കാരണം എന്ത് അമ്മയെ തല്ലിയവരെ 2 പക്ഷമുള്ള നാട്ടുകാരെന്നല്ല, അങ്ങനത്തെ മനുഷ്യരാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ജനറേഷനിലുള്ളത്. നമ്മൾ എത്രയൊക്കെ നല്ല ചെയ്താലും അതിന് കുറ്റം പറയുന്ന ആരെങ്കിലും കാണും. അപ്പൊ ആരും കുറ്റം പറയാത്തത് നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് പേര് മോശം പറയുന്നത് അതായത് കുറച്ചും കൂടി ബെറ്റർ, പക്ഷെ പോസിബിലിറ്റി ഉള്ളതാണ്. കുറച്ച് പേര് മോശം പറയുന്ന, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന, നല്ല കപ്പെടുന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞങ്ങൾക്ക് താല്പര്യം, അല്ലേ? അതിന്റെ പിന്നിൽ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് കുറച്ചുകൂടെ നമുക്ക് സെറ്റിൽഡ് ആവുക, അങ്ങനെ പല പല ദുരുദ്ദേശങ്ങളും വേറെ ഉണ്ട്. എന്നാലും ഫസ്റ്റ് ഗോള് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നല്ലേ? ഫസ്റ്റ് ഗോള് അതാണ്. യൂട്യൂബേഴ്സ് ആവുക എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ, അതായത് ആൾക്കാര് നല്ലത് കണ്ടിട്ട് നല്ലത് കാണുക, അല്ലെങ്കിൽ അവര് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുക. അതാണ് ഞങ്ങളുടെ ഞങ്ങളിപ്പോ കറന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ നമ്മൾ ഓവർകം ചെയ്ത ചലഞ്ച്, നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ച്, പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? എനിക്ക് തോന്നുന്നത് അങ്ങനെ ഭയങ്കര വലിയ ചലഞ്ചസ് ഒന്നും നമ്മളങ്ങനെ നേരിട്ടിട്ടില്ല. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും പാർട്ട്നേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാനിവിടെ കാണുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇവളുടെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും എന്നെ കാണിക്കുന്നത്. അതേപോലെ തന്നെയായിരിക്കും ഞാൻ എന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും ഇവളെ കാണിക്കുന്നത്. അത് അല്ല, നിന്നെ കുറ്റപ്പെടുത്തി പറയുമല്ല, മൊത്തത്തിലെടുത്താൽ നമ്മളിപ്പോ എവിടുന്ന് 2 കപ്പിൾ എടുത്താലും അവരങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് അവർ കാണിക്കുന്നത് പോസിറ്റീവ് വശങ്ങൾ മാത്രമായിരിക്കും. സ്വാഭാവികമായിട്ടും ഞങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രം ഇങ്ങനെ വ്യതിചലിച്ച് പോകുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചങ്ങോട്ട് ചെന്ന് എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ തനി സ്വഭാവം കാണാൻ തുടങ്ങി. മറ്റേത് കുറച്ച് നമ്മൾ ആക്ടിങ് ഒക്കെ പോലെ നമുക്ക് ആക്റ്റീവ് അല്ലായിരുന്നു, എന്നാലും സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ തന്നെ ആക്ട് ചെയ്ത് പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതനുസരിച്ച് മറുപടി പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റിലേഷൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ലോങ് ഡിസ്റ്റൻസ് ആയി. ആയപ്പോ അതിനനുസരിച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതായത് കറക്റ്റ് സമയം ട്രെയിനിങ് സമയത്ത് അതായത് ഒരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂർ സംസാരിച്ച് അത് പല സമയങ്ങളിലായിട്ട്, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രിയായിട്ട്, ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കണ്ണകലുമ്പോ മനസ്സകലും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പുതിയ ഒരു ഇഷ്യൂസ് ഞങ്ങളുടെ ഇടയിൽ രൂപപ്പെടാൻ തുടങ്ങി. പിന്നെ അതിനെ ഓവർകം ചെയ്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ റിലേഷൻ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്തത്. അതിന് മെയിൻ ആയിട്ട് പറയുന്നത് ട്രെയിനിങ് സമയത്ത് അനുഭവിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ, പിന്നെ ബുദ്ധിമുട്ടായ ടയർഡ്നെസ് എല്ലാം നമുക്ക് മനസ്സിലാവും. അല്ല, അത് നമുക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ. ഇപ്പൊ ട്രെയിനിങ് തരുന്നവരോട് നമുക്ക് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കും. അപ്പൊ ഇവളോടും പിന്നെ അമ്മയോടും അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ നമ്മള് വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ചിലപ്പോൾ വിളിക്കുന്നതായിരിക്കും. ചിലപ്പോൾ സംസാരിച്ച് ചിലപ്പോൾ വേറെ കാര്യം പോകും. അത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു. അതാണ് സത്യം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ, അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ രഞ്ജിത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ടിൻഡു ഇങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റി. അത് നന്നായിട്ടൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ കുറച്ചും കൂടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് സ്ട്രോങ് ആക്കി. അപ്പൊ ഞങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഓവർകം ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് വന്നു, അല്ലേ? അപ്പൊ എന്തുണ്ടെങ്കിലും എന്താ പറയുക, അനുഭവിക്കുമ്പോൾ കുറച്ച് വിഷമമേറിയ കാര്യങ്ങളായിരിക്കും, പിന്നെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു പറയുന്ന പോലെയാണ്. അന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഒന്ന് വഴക്ക് കിട്ടപ്പോ രണ്ടുപേർക്കും ഒരുപാട് വിഷമമായിട്ടുണ്ട്, ടിൻഡുവിന്റെ കാര്യത്തൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം അന്നുണ്ടായ ആ കരച്ചിലാണ്, അല്ല അന്നുണ്ടായ ഒരു വഴക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തേക്കുള്ളൊരു നല്ല പാത വെട്ടുമായിരിക്കും. എന്നാലും അങ്ങനെ വിശ്വസിക്കാം. എന്നാലും നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോകാം. What is the biggest difference in your personalities? ഞാൻ രഞ്ജിയുടെ ഇത് പറയാനാണ്. നമ്മുടെ കോമൺ ആയിട്ട് പറഞ്ഞു. ഓക്കെ, രഞ്ജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മെച്ചർ എന്ന് പറയുന്നത് പുറമേ നോക്കുന്നവർക്ക് മെച്ചർ, പക്ഷെ അടുത്തറിയുമ്പോഴത്തേക്ക് മനസ്സിലുള്ള വിഗ്രഹം വീണുടയുന്നത്, അല്ലേ? അടുത്തറിയുമ്പോഴാണ് മനസ്സിലുള്ള വിഗ്രഹം വീണത്. പക്ഷെ പുറമേ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മെച്യൂരിറ്റി ഇല്ല. അല്ല, അത് അടുത്തറിയുമ്പോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള ആള്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നല്ല മെച്യൂർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാനും
അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് രഞ്ജിയുടെ. പിന്നെന്ന് പറയാൻ നേരത്ത് ഇപ്പൊ എന്ത് തോന്നിയാലും ആൾക്കാരുടെ മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പൊ അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അപ്പൊ തന്നെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, അത് അവിടെ വെച്ച് വിടുകയും ചെയ്യും. പിന്നെ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും. രീതി എന്ന് പറയാൻ നേരെ പോസിറ്റീവാണ്. ഇപ്പൊ ഒരാൾ എന്നോട് മോശമായി പെരുമാറി കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചിട്ട് നാളെ അത് അവനോട് എങ്ങനെ പകരം വീട്ടും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു അത് അവിടെ വെച്ച് നീ ചെയ്തത് മോശമാണ്, നീ ചെയ്തത് മോശം തന്നെ ചിലപ്പോ അതിന്റെ അപ്പുറം എന്താണെങ്കിലും അത് പറയുക. അത് പറഞ്ഞിട്ട് അത് അവിടെ ക്ലോസ് ആകുക. ചിലപ്പോ അത് ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ അത് നല്ല ക്വാളിറ്റിയാണ്, എനിക്കതില് എന്താ പറയുക ഒരു പ്രൗഡ് ഉണ്ട്, അത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ചില സമയത്ത് അതൊരു മോശം ക്വാളിറ്റിയാണ് പറയാതിരിക്കാൻ പറ്റുക. ചിലപ്പോ കാര്യമില്ലാത്ത കാര്യത്തിലേക്ക് ചിലപ്പോൾ എന്റെ ആയിരിക്കും എന്തെങ്കിലും ഇവിടെ കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നത് ഇതിലായിരിക്കും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ എന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇവിടെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഇവളിലുണ്ടായ എന്താ പറയുക ആ ഒരു വേദനയും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ക്യാരക്ടർ ഒരു ബോറി ക്യാരക്ടറാണ്. അങ്ങനെയല്ല ഇവള് ഞങ്ങൾ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഞാൻ നേരെ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും പെട്ടെന്ന് പറയുന്ന ഒരു ടൈപ്പ്. പക്ഷെ ഇവളെന്ന് പറയുമ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ മിണ്ടായിരുന്ന് സഹിക്കും. പിന്നെ ഇപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇതാണെങ്കിലും അല്ലെ വേറൊരാൾ ചെയ്തതാണെങ്കിലും ഇവളിങ്ങനെ മിണ്ടായിരുന്നു സഹിക്കും, ആരോടും പറയാതെ ഇങ്ങനെ സഹിക്കും. പക്ഷെ അതെനിക്ക് അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയങ്ങളിൽ റിയാക്ട് ചെയ്യാൻ തന്നെ വേണം, ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കാൻ വേണം. പക്ഷെ അങ്ങനെയല്ല, ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്ന ശരി, ഒരു പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നതാണ്. അതെ, അത് പുതിയൊരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാലും നമ്മൾ വേണ്ട, അതൊരു പ്രോബ്ലം ആകുമല്ലോ പക്ഷെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. ഇഫ് യു ഗൈസ് ഹാവ് an unexpected free weekend with no responsibilities, how would you spend it together? ആക്ച്വലി എന്റെ ഒരു ജോലി വെച്ച് അങ്ങനെ ഒരു ഫ്രീ വീക്കെൻഡ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അല്ലേ. അതുകൊണ്ട് ആ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാല് എന്റെ ഒരു താല്പര്യം എവിടെയെങ്കിലും ട്രിപ്പ് പോവുക. ഒരു വീക്കെൻഡ് നല്ല രീതിയിൽ 2-3 ദിവസം കിട്ടുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോവുക. കാരണം യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെ. നമുക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര പോകാൻ. ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ മനസ്സിനെ ഇത്രയ്ക്ക് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന 2 കാര്യമാണ്. രണ്ടല്ല, കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് തോന്നിയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് യാത്ര ചെയ്യുക, രണ്ടാമത്തെ സിനിമ കാണുക. ഞാൻ ഭയങ്കര ഒരു ഫിലിം ഹോളിക്കാണ്. കാരണം എത്ര സിനിമ കാണാൻ പറ്റുമോ അത്രയും സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. കൈ പൈസ ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ 1000 രൂപ മേടിച്ചോണ്ട് പോയി പടം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. സത്യമല്ലേ? പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെ എത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന മൈൻഡും ചേഞ്ച് ചെയ്യാൻ കുറച്ചും കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ഇതാണ്. യാത്ര ചെയ്യുക, രണ്ടാമത് സിനിമ കാണുക, മൂന്നാമത്തത് നമ്മളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ അതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വീക്കെൻഡ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുന്ന സിനിമ കാണാൻ, കാരണം നമുക്കൊരു 3 മണിക്കൂറത്തെ കാര്യം മതി. നമുക്ക് എങ്ങനെയും നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ഫാമിലിയുടെ കൂടെ സമയം നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സമയം നമുക്ക് ഇല്ലാത്തത് യാത്ര പോകാനാണ്. അപ്പൊ ഇതേപോലെ ഒരു ഫ്രീ വീക്കെൻഡ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യാത്ര പോകും. പൈസയും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ. What is the most expensive gift you ever purchased together? അതായത് ഞങ്ങൾ ഒരുമിച്ച് മേടിച്ച ഗിഫ്റ്റ് അല്ല, തിങ്. ഓക്കെ, എക്സ്പെൻസീവ് തിങ് അല്ലേ. അതായത് ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ച തിങ് എന്തുവാണ്? അതെനിക്ക് തോന്നുന്നത് ഐഫോൺ ആണ്. കാരണം വേറൊന്നും മേടിച്ചിട്ടില്ല. ഞങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾ ചെലവാക്കാറില്ല. 2 കാര്യങ്ങളുണ്ട്. വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റിനോട് താല്പര്യമില്ല. പിന്നെ രണ്ടാമത്തെ അത്രയും വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റോടെ ഞാൻ കയ്യിൽ പൈസയില്ല. സത്യം പറയുമ്പോൾ അല്ലേ, പറയുന്നെല്ലാം പറയണല്ലോ. അല്ല പറയുന്നെല്ലാം പറയണം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് അല്ല, ആവശ്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഒരു കാർ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് ഒരു കിയ വേണമെങ്കിൽ മേടിക്കും. എന്റെ ഡ്രീം കാർ കിയ അല്ലേ. എന്റെ ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ BMW ഓടിയൊക്കെയാണ്. ഇപ്പൊ കിയ മേടിക്കാൻ തന്നെ 10-15 ലക്ഷം രൂപ ആണ്. അപ്പൊ നമുക്കൊരു എക്സ്പെൻസീവ് ആയിട്ട് ഗിഫ്റ്റ് വന്നു. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം നമ്മുടെ പൈസ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമല്ലേ, മുൻകൂട്ടി കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മള് എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങള് ഒരുമിച്ച് മേടിച്ച ഒരു തിങ് എന്ന് പറയുന്നത് ഐഫോണാണ്. കാരണം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുക, റീല് ക്രിയേറ്റ് ചെയ്യുക, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുക എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് ഏറ്റവും ഫസ്റ്റ് പ്രോബ്ലം ക്യാമറ ക്വാളിറ്റി ആയിരുന്നു അല്ലെ. വീഡിയോ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ബാക്കിയൊക്കെ ഞങ്ങളുടെ ഒരു വിശ്വാസമായിരുന്നു, നമ്മുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസമായിരുന്നു. പക്ഷെ ക്യാമറ നമ്മുടെ കഴിവല്ല. അതെ, ഇവളുടെ വിശ്വാസം എന്റെ കഴിവിൽ, എന്റെ വിശ്വാസം നിങ്ങളിലാണ്. നിങ്ങളെ കണ്ട് ഞങ്ങളെ ഫേമസ് ആക്കുന്നുള്ളത് അല്ലെ. അപ്പൊ ഞങ്ങളെ എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഐഫോൺ ആണ്. അതും ഞങ്ങൾ മാക്സിമം ചുരുക്കിയിട്ട് ബിഗ് ബില്യൺ ഡേയ്സിലാണ് മേടിച്ചത് അല്ലെ.
പറയണ്ട. പക്ഷെ എന്നാലും അത് എക്സ്പെൻസീവ് തിങ് തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇതിപ്പോ തീർന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ChatGPT എടുത്ത 17 ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 17 ക്വസ്റ്റ്യൻ ആണ് അവര് തന്നത്, ChatGPT Pro അല്ലെ. 17 ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ. അപ്പൊ അതിന് കൂട്ടാതെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ രഞ്ജിക്ക് തന്നതും രഞ്ജി എനിക്ക് തന്നതുമായിട്ട് ഫസ്റ്റ് നമ്മളെ എക്സ്ചേഞ്ച് ചെയ്ത ഗിഫ്റ്റ് എന്താണ്? രഞ്ജി എനിക്ക് ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ്, ഞാൻ രഞ്ജിക്ക് ഫസ്റ്റ് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് എന്താന്ന് പറ. എനിക്ക് നീ മേടിച്ചു തന്ന ഗിഫ്റ്റ് അത് ഭയങ്കര സിമ്പിളാ. ഭയങ്കര സിമ്പിളാ. ഷർട്ടും കാര്യങ്ങളൊക്കെ അല്ലേ? അത് ഷർട്ടാണ്. കാരണം ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇവിടെ ഷർട്ട് മാത്രം മേടിച്ചത് ഓർമ്മയുള്ളൂ. മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ഷർട്ട് മറ്റേ ഈസ്റ്റർ എടുത്തത്. ബർത്ത്ഡേക്ക് എടുത്തു തന്നത്. ബർത്ത്ഡേക്ക് എടുത്തത്. കാരണം 2 ദിവസം അപ്പുറത്ത് ഈസ്റ്റും പെച്ചവാരും ദുഃഖമുള്ളിയായിരുന്നു. ബർത്ത്ഡേക്കാണ് എടുത്തു തന്നത്. അത് ഞങ്ങൾ പരിചയപ്പെട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേക്ക് എടുത്തു തന്നെയാണ്. എനിക്കൊരു വൈറ്റ് ഷർട്ട്, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 3 വർഷമായി തോന്നുന്നു. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റ് എനിക്ക് മേടിച്ചു തന്നത് ഒരു ഷർട്ടാണ്. ഇനി ഞാൻ നിനക്ക് മേടിച്ചു തന്ന ഗിഫ്റ്റ് ആയിരുന്നു, നീ പറ. ഞാൻ പറയാനാ PSC ബുക്ക് ഗൈസ്. രഞ്ജിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് PSC ഒക്കെ. കാരണം ഇവള് PSC അല്ല, ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് ജോലി ആയി. അതിനുശേഷം ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു പുഷ് ചെയ്ത്. പക്ഷെ അവര് തിരിച്ച് പുഷ് ചെയ്തിട്ട് തള്ളങ്ങ് തള്ളി. എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതെ, എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഞാൻ PSC പഠിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ കയ്യിൽ ഇല്ലാത്ത പൈസ കൊടുത്ത് PSC ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് ബുക്ക് മേടിച്ചത്. പിറ്റേ ദിവസം തന്നെ ഒരു ലോഡ് PSC ബുക്ക്. ഞാൻ വിചാരിച്ചു ഇവള് പറഞ്ഞതിനകത്ത് ഇവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവള് പഠിക്കാൻ താല്പര്യപ്പെട്ട് പറയുവാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിറ്റേന്ന് പറയുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് PSC ബുക്ക് ജന്മചെയ്ത് മേടിച്ചു കൊടുക്കത്തില്ല. കാരണം തുറന്നു വായിക്കാൻ പോലുള്ള താല്പര്യം ഇവർക്ക് ഇല്ലാതെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. സത്യമുണ്ട്. കാരണം ഇവൾക്ക് മേടിച്ചു കൊടുത്ത ബുക്ക് ഇപ്പോഴും തുറന്നു നോക്കിയാൽ ആ ഫ്രഷ്നെസ് അതിന്റെ സ്മെല്ലിന് ഫീൽ ചെയ്ത് എനിക്ക് 100% ഉറപ്പാണ്. അല്ലേ? ഇപ്പൊ ഒരു ഗിഫ്റ്റ് മേടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചത്. നീ എനിക്കൊരു സാധനം എനിക്ക് മേടിച്ച് തരുമോ എന്ന് എനിക്ക് ചോദിച്ചായിരുന്നു. അന്ന് നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയിട്ട് ഞാൻ പിന്നെ മേടിച്ചു തരാന്ന് പറഞ്ഞു. അതെന്താന്ന് ഞാൻ പറഞ്ഞില്ല. അത് എപ്പോഴെങ്കിലും എനിക്ക് അവസരം പറയുന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവർക്ക് മേടിച്ച് കൊടുക്കാം. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമായിട്ട് ഞങ്ങളത് പറയുന്നില്ല. അപ്പൊ ഫസ്റ്റ് നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പറയാം. അപ്പൊ എന്താ പറയണ്ടേ, ലാസ്റ്റ് ആയിട്ട് നമ്മള് ChatGPT ചോദിച്ച് നമുക്ക് കിട്ടിയ 17 ക്വസ്റ്റ്യൻസ് അല്ലേ, പ്ലസ് ഇവള് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി കൂട്ടി 18 നമ്പർ നല്ല നമ്പർ, വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പർ. അപ്പൊ 18 ക്വസ്റ്റ്യൻസ് നമ്മള് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതില് പോരായ്മകൾ ഉണ്ടാവാം, പോസിറ്റീവ്സ് ഉണ്ടാവാം, അതിലേറെ നെഗറ്റീവ്സും ഉണ്ടാവാം. അല്ലെ? ഫസ്റ്റ് ആണ്. അതിൽ എത്രത്തോളം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കാണുന്നവരെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോ കണ്ടു നോക്കുക, മൊത്തം കണ്ടു നോക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ മാക്സിമം കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബിന് മുമ്പ് കമന്റ് ചെയ്യൂ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ എന്തായാലും നമ്മുടെ ട്രേഡ് മാർക്ക് നമ്മൾ വിടുന്നില്ല. എല്ലാവരോടും സ്നേഹം മാത്രം.